ഹലോ. ഇത് നമ്മുടെ ലേഔട്ടിൻ്റെ ഇപ്പോൾ നമ്മുടെ കോളം ലേഔട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഇതായിരിക്കും നമ്മുടെ മൊബൈൽ ഡിവൈസിൻ്റെ ഒരു UI. അതിനകത്ത് വരുന്ന ഗ്രീൻ ലേഔട്ടാണ് നമ്മുടെ കോളം ലേഔട്ട്. അത് ഫിൽ മാക്സ് സൈസ് എടുത്തിരിക്കുന്നു. മാക്സ് സൈസ് അതൊക്കെ പറയും. അതിനകത്തൊരു കോളം ലേഔട്ട് വരും. 2 ടെക്സ്റ്റ് എലമെൻറ്റ്സ് വന്നു വെർട്ടിക്കലി. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് സൈഡ് എന്നാണ്. അതിനെ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നു. അത് അറേഞ്ച് ചെയ്യാനായിട്ട് arrangement.top എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റംസ് ടോപ്പ് സൈഡ് ലെഫ്റ്റ് ടോപ്പ് സൈഡിലേക്ക് അറേഞ്ച്ഡ് ആകും. അത് താഴെ എക്സ്ട്രാ സ്പേസുകളെല്ലാം അതിന് താഴെ ഡിസ്പ്ലേയും കാണിക്കും. അതാണ് arrangement.top. അതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് arrangement.bottom. അതായത് ഈ കോളത്തിനകത്തുള്ള എക്സ്ട്രാ എലമെൻറ്റ്സ് ലെഫ്റ്റ് സൈഡ് ബോട്ടം അറേഞ്ച്ഡ് ആവും വെർട്ടിക്കലി. അപ്പോൾ എക്സ്ട്രാ സ്പേസുകളെല്ലാം അത് ടോപ്പിലേക്ക് വരും. നെക്സ്റ്റ് വൺ arrangement.center. അതായത് ഈ കോളത്തിനകത്തുള്ള എലമെൻറ്റ്സ് ലെഫ്റ്റ് സെൻറ്റേർഡായിട്ട് അറേഞ്ച്ഡ് ആവും. എക്സ്ട്രാ സ്പേസുകൾ ടോപ്പിലും ബോട്ടവും ഡിസ്പ്ലേക്കും. നെക്സ്റ്റ് വൺ arrangement.space between. അതായത് സ്പേസ് ഇതിന് ടെക്സ്റ്റ് 1, ടെക്സ്റ്റ് 2, ടെക്സ്റ്റ് 3 എന്ന 3 എലമെൻറ്റ്സിൻ്റെ സ്പേസുകൾ, ഗ്യാപ്പിലുള്ള സ്പേസുകൾ ടെക്സ്റ്റ് 1നും ടെക്സ്റ്റ് 2ന് അപ്പിലും ഡൗണിലും വരും. ടെക്സ്റ്റ് 1ഉം ടെക്സ്റ്റ് 3യും ഏറ്റവും ടോപ്പും ബോട്ടത്തിലും വരും. അത് രണ്ടിലും സ്പേസ് ഉണ്ടാവില്ല. അത് ബോട്ടവും ടോപ്പുമായിട്ട് ടച്ചായി കിടക്കും. കാരണം എക്സ്ട്രാ സ്പേസുകളെല്ലാം സെൻറ്റേർഡായിട്ട് വരും. നമുക്ക് കണ്ടാലറിയാം. ടെക്സ്റ്റ് 1ൻ്റെ താഴെയായിരിക്കും സ്പേസും ടെക്സ്റ്റ് 3യുടെ മുകളിലായിരിക്കും എല്ലാ സ്പേസും. നെക്സ്റ്റ് വൺ arrangement.space evenly. അതായത് ഈ കോളത്തിനകത്തുള്ള സ്പേസ് എല്ലാം ഈക്വലി അറേഞ്ച്ഡായിട്ട് എല്ലായിടത്തും ഈക്വലി അറേഞ്ച്ഡായിട്ട് പാസ്സാവും. ടെക്സ്റ്റ് 1ന് മുകളിലും ഉള്ള സ്പേസും ടെക്സ്റ്റ് 2ന് ഇടയിലുള്ള സ്പേസും ടെക്സ്റ്റ് 3ക്ക് താഴെയുള്ള സ്പേസും മുകളിലുള്ള സ്പേസും എല്ലാം ഈക്വലി അറേഞ്ച്ഡ് ആവും. നെക്സ്റ്റ് വണ്ണാണ് arrangement.space around. അതായത് ടെക്സ്റ്റ് 1ന് മുകളിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് 2ന് മുകളിലുള്ള സ്പേസിൻ്റെ ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റ് 3ക്ക് താഴെയുള്ള സ്പേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് 2ന് താഴെയുള്ള സ്പേസിൻ്റെ ഹാഫ് ആയിരിക്കും. അതാണ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഒരു ഓവറോൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഓവറോൾ സ്ട്രക്ചർ, കോളത്തിനകത്തുള്ള എലമെൻറ്റ്സ്. ഇനി നെക്സ്റ്റ് വൺ റോയ്ക്കും ഇതുപോലെ ഉണ്ട്.